ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത്. ഹിന്ദുക്കൾക്ക് ആവശ്യമായ ജീവിതത്തിന് ഉന്നതിയും അഭിവൃദ്ധിയും ഏകുന്ന തരത്തിലുള്ള ഒരുപാട് പുണ്യഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും അതുപോലെ തന്നെ വേദങ്ങളും ഒക്കെ തന്നെ നമ്മുടെ പൂർവികർ നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെ നിത്യജീവിതത്തിൽ നമുക്ക് പകർത്തുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ക്ലേശങ്ങളും നമുക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളതും അടിക്കടി ഉയർച്ചകളും ഉന്നതികളും നമുക്കുണ്ടാകും എന്നുള്ളതിലും യാതൊരു സംശയവും വേണ്ടാത്ത കാര്യമാണ്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മൾ പൊതുവെ വായിക്കാറുണ്ട്. പല സ്ഥലത്തും പല യജ്ഞങ്ങളായിട്ട് നമ്മളതൊക്കെ കേൾക്കാറുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദേവി ഭക്തരായിരിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ദേവി മാഹാത്മ്യം എന്ന് പറയുന്നത്. ഈ ദേവി മാഹാത്മ്യത്തില് ദേവിയുടെ സകല അവധാനങ്ങളും അതിൽ പ്രകീർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദേവി ഭക്തരായിരിക്കുന്ന ഓരോരുത്തരും ഈ ദേവി മാഹാത്മ്യത്തിന്റെ സവിശേഷതകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ദേവി മാഹാത്മ്യത്തിന്റെ സവിശേഷതകളും ആ ദേവി മാഹാത്മ്യത്തിൽ തന്നെ ഓരോ ഭക്തർക്കും ഓരോ ശ്ലോകങ്ങൾ ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഗുണങ്ങൾ ഏതൊക്കെയാണെന്നും അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ തരുന്ന ശ്ലോകങ്ങൾ ഏതൊക്കെയാണെന്നും ഒക്കെ ഈ എപ്പിസോഡിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹൈന്ദവ വിശ്വാസ പ്രകാരം ദേവി ആദിപരാശക്തിയെയും ആ ഭഗവതിയുടെ പല ഭാവങ്ങളെയും വർണ്ണിക്കുന്ന പ്രസിദ്ധമായ സംസ്കൃത രചനയാണ് ദേവി മാഹാത്മ്യം. ആദിശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവരുടെ മാഹാത്മ്യ കഥകളും ഭുവനേശ്വരി, ദുർഗ, ഭദ്രകാളി, ചണ്ഡിക, ചാമുണ്ടേശ്വരി, നവദുർഗ, സപ്തമാതൃക്കൾ തുടങ്ങി ഭഗവതിയുടെ മറ്റനേകം ഭാവങ്ങളുടെ സ്തുതികളും വർണ്ണനകളും ഒക്കെ തന്നെ ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർക്കണ്ഡേയ പുരാണത്തിന്റെ ഭാഗമായ ഇതിന്റെ രചനാകാലമായി കണക്കാക്കപ്പെടുന്നത് 5-ാം നൂറ്റാണ്ടാണ്. ഈ രചനയുടെ കർത്താവായി പാരമ്പര്യം ഉദ്ഘോഷിക്കുന്നത് മാർക്കണ്ഡേയ മുനിയെയാണ്. ദുർഗാ ഭഗവതിയെ സ്തുതിക്കുന്ന 700 പദ്യങ്ങൾ അടങ്ങുന്ന ഈ കൃതിക്ക് ദുർഗാ സപ്തശതി എന്നും ഒരു പേരുണ്ട്. ചണ്ഡിപാഠം എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. പാഠം എന്നത് അനുഷ്ഠാനപരമായ വായനയെ സൂചിപ്പിക്കുന്നു. ഇതിലെ 700 പദ്യങ്ങൾ 13 അധ്യായങ്ങളിലായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലെ 11-ാം അധ്യായം ഏറ്റവും പ്രധാനമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ അധ്യായം പരാശക്തിയുടെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. വെള്ളിയാഴ്ചയാണ് 11-ാം അധ്യായം ജപിക്കേണ്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രസിദ്ധമായ സർവമംഗള മംഗല്യ എന്ന് തുടങ്ങുന്ന നാരായണീ സ്തുതി ഈ അധ്യായത്തിലേതാണ്. ദേവീ സൂക്തമാണ് മറ്റൊന്ന്. പ്രസിദ്ധമായ യാദേവി സർവഭൂതേഷു എന്ന സ്തുതിയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ശക്തി ഉപാസകർ അഥവാ ശാക്തേയരുടെ വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന ഈ കൃതിക്ക് അവരുടെ അനുഷ്ഠാന വിധികളിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വേദങ്ങളിലെ പുരുഷഭാവമുള്ള ദൈവസങ്കല്പത്തെ മുന്നേ ഉണ്ടായിരുന്ന മാതൃഭാവ ആരാധനയുമായി സമന്വയിപ്പിക്കുവാനും ദൈവികതയെ സ്ത്രൈണതത്വമായി അവതരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നിരിക്കണം ഈ രചന. ആര്യവും അല്ലാത്തതുമായ പശ്ചാത്തലമുള്ള പല അമ്മ ദൈവകഥകളെയും ഈ കൃതി ഒരേ കഥയിൽ സമർത്ഥമായി കൂട്ടിയിണക്കുന്നുണ്ട്. പ്രാചീനകാലം മുതൽക്കേ ഊർവരത, മണ്ണിന്റെ ഫലപുഷ്ടി, കാർഷിക സമൃദ്ധി, ഐശ്വര്യം, പ്രകൃതി, യുദ്ധവിജയം, വീര്യം, ബലം തുടങ്ങിയവ മാതൃദൈവവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആൺദൈവത്തിന്റെ പ്രഭാവം കുറഞ്ഞ ഇണയെന്ന നിലയ്ക്കുള്ള പുരുഷ മേധാവിത്വപരമായ സ്ഥിതിയിൽ നിന്ന് മഹാശക്തിയുടെ പ്രതീകം അഥവാ ശക്തി സ്വരൂപിണി എന്ന അവസ്ഥയിലേക്കുള്ള സ്ത്രീദൈവത്തിന്റെ ശാക്തേയ പരിവർത്തനം ഹിന്ദു പുരാവൃത്തത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്നൊരു സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയരുടെ ആദിപരാശക്തി എന്ന ദൈവസങ്കല്പം ഉണ്ടായതെന്ന് കണക്കാക്കപ്പെടുന്നു. സ്ത്രീകൾ സമൂഹത്തിൽ മേൽക്കൈ നേടിയ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലായും ഇതിനെ നമുക്ക് വിലയിരുത്താം. ഇതിനു പുറമെ ഇതിലെ കഥ സാഖ്യ ദർശനത്തിലെ പല അംശങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ദേവി മാഹാത്മ്യത്തെ പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. പ്രഥമചരിതത്തിൽ നിന്ന് 1 അധ്യായവും മധ്യമചരിതത്തിൽ 3 അധ്യായങ്ങളും ഉത്തമചരിതത്തിൽ 9 അധ്യായങ്ങളുമാണുള്ളത്. 11-ാം അധ്യായത്തിലെ പ്രസിദ്ധമായ നാരായണി സ്തുതി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇതിൽ
ഭഗവതിയുടെ പല ഭാവങ്ങളെയും സ്തുതിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ദേവീ മാഹാത്മ്യത്തിലെ ചില ശ്ലോകങ്ങൾ പതിവായി ജപിച്ചാൽ ഐഹിക ജീവിതം ഐശ്വര്യപൂർണമാകുകയും ആദിവ്യാധികൾ ശമിക്കുകയും മൃത്യുദോഷങ്ങൾ അകന്നു പോകുകയും ചെയ്യും. ജീവിത ദുരിതങ്ങൾ ക്ഷയിക്കുന്നതിനും മനഃശാന്തിക്കും ആഗ്രഹങ്ങൾ സാഫലമാകുന്നതിനും ഭൗതിക സുഖങ്ങളെല്ലാം ആസ്വദിച്ച് ജീവിതാന്ത്യത്തിൽ മോക്ഷം നേടുന്നതിനും പരാശക്തി ഉപാസന പോലെ ഫലപ്രദവും ശ്രേഷ്ഠവുമായ മറ്റൊരു കർമ്മമില്ല എന്ന് തന്നെ പറയാം. ഭക്തരുടെ നിത്യദുഃഖങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന മഹാമായയെ സർവവ്യാധി പ്രശമനി, സർവമൃത്യു നിവാരണി, മൃത്യുദാരി കുഠാരിക, അതായത് മരണത്തെ മുറിച്ചു മാറ്റുന്ന മഴു എന്നെല്ലാം തന്നെ ലളിതാ സഹസ്രനാമത്തിൽ പ്രകീർത്തിക്കുന്നുണ്ട്. മനസ്സും ശരീരവും ശുദ്ധമാക്കി പൂർണ്ണമായും ദേവിയിൽ സമർപ്പിച്ച് ദേവീ മാഹാത്മ്യത്തിലെ ചില ശ്ലോകങ്ങൾ സൗകര്യം പോലെ കഴിവിനൊത്ത വിധം അക്ഷരസ്ഫുടതയോടെയും അർത്ഥം മനസ്സിലാക്കിയും എന്നും ജപിക്കുവാൻ കഴിഞ്ഞാൽ അത് വളരെയധികം പുണ്യമാണ്. ദേവിയെ തന്നെ ഗുരുവായി സ്വീകരിച്ച് ഭക്തിയാദരപൂർവ്വം ജപിക്കണം. ദേവിയുടെ പടം കൊളുത്തിവെച്ച നിലവിളക്കിന് മുമ്പിൽ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിരുന്നു ജപിക്കുന്നതാണ് ഉത്തമം. 108 തവണ, 1008 തവണ എങ്ങനെയൊക്കെയുള്ള ഓരോ തവണകളിലേക്കായി നമുക്കിത് ജപിക്കാവുന്നതാണ്. തുടക്കത്തിലും ഒടുക്കത്തിലും 108 തവണ നമശിവായ മന്ത്രങ്ങൾ കൂടി അതിന്റെ കൂടെ ജപിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കുറച്ച് ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായത്തിലെ 234-ാം ശ്ലോകവും 5-ാം അധ്യായത്തിലെ 269-ാം ശ്ലോകവും 11-ാം അധ്യായത്തിലെ 578-ാം ശ്ലോകവും 11-ാം അധ്യായത്തിലെ തന്നെ 587-ാം ശ്ലോകവും അതേ 11-ാം അധ്യായത്തിലെ 585-ാമത്തെ ശ്ലോകവും വളരെയധികം ശ്രേഷ്ഠമാണ്. ഈ ശ്ലോകങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സൗകര്യം പോലെ അവ എഴുതിയെടുത്ത് അത് പൂർണ്ണമായും ചൊല്ലാൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും. ജീവിതത്തിലെ തിരക്കുകളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കാരണം സമയക്കുറവുള്ളവർക്ക് ദേവീ മാഹാത്മ്യത്തിലെ ഒരൊറ്റ ചരിത്രം മാത്രം നിത്യവും പാരായണം ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത് മധ്യമ ചരിത്രമായിരിക്കണം എന്നാണ് ആചാര്യവിധി. ഒരധ്യായമേ പാരായണം ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത് 11-ാം അധ്യായം ആയിരിക്കണമെന്നും ഒരു ശ്ലോകം മാത്രമേ ജപിക്കാൻ സൗകര്യമാകുന്നുള്ളൂ എങ്കിൽ അത് 11-ാം അധ്യായത്തിലെ 585-ാം ശ്ലോകവുമായിരിക്കണം. അതായത് നാരായണീയ സ്തുതിയിൽ പറഞ്ഞിരിക്കുന്ന സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതി എന്നുള്ള മന്ത്രം സർവ മംഗളപ്രദായകവും പുരുഷാർത്ഥ ലഭ്യതയും സകലവിധ ഐശ്വര്യലബ്ധിയും ഈ ശ്ലോകത്തിന്റെ നിരന്തരമായ ജപത്തിലൂടെ ആചാര്യന്മാർ ഉറപ്പു നൽകുന്നുണ്ട്. ആബാലവൃദ്ധ ജനങ്ങളും എപ്പോഴും ഉരുവിടുന്ന ഈ ശ്ലോകം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നാൽ ദേവീ കൃപ ഒരിക്കലും നമ്മെ വിട്ടു പോകില്ല എന്നും സർവസിദ്ധികളും ലഭിക്കുമെന്നും അനുഭവസ്ഥരായ ഗുരുതുല്യർ പറഞ്ഞിട്ടുണ്ട്. ദേവീ മാഹാത്മ്യം മൊത്തം 108 തവണ പാരായണം ചെയ്താൽ അതിഭയങ്കരങ്ങളായ വ്യാധികൾ പോലും ശമിക്കുമെന്നും അപമൃത്യുവിൽ നിന്ന് മുക്തി നേടാമെന്നും ആചാര്യന്മാർ പറയുന്നു. വളരെയധികം പ്രാധാന്യം നിറഞ്ഞിരിക്കുന്ന ദേവീ മാഹാത്മ്യത്തിലെ ഈ കുറച്ച് ശ്ലോകങ്ങൾ, ആ ശ്ലോകങ്ങൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ കഴിയുകയാണ് എങ്കിൽ ജീവിതത്തിലെ എല്ലാ തരത്തിലുമുള്ള സുഖഭോഗങ്ങളും നമുക്ക് ഭഗവതി തരും എന്നുള്ളതും ഒരു തരത്തിലും നമുക്ക് ഒരു മാറാരോഗങ്ങൾ ഉണ്ടാകില്ല എന്നും ഒരു അപമൃത്യു ഉണ്ടാകുകയില്ല എന്നും ഉറപ്പുള്ള കാര്യമാണ്. ഈ ശ്ലോകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ ഒരു നോട്ട് ബുക്കിലേക്കോ മറ്റോ എഴുതിയെടുത്ത് സൗകര്യപ്രദമായി നോക്കി വായിച്ച് അത് നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തിയെടുത്ത് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരത്തോ, രാവിലെ ചൊല്ലുന്നതാണ് ഏറെ ഉത്തമം, നിലവിളക്ക് കൊളുത്തി വെച്ച് ദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് നിലവിളക്ക് കൊളുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ ദിവസവും നമ്മൾ ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഏറെ ശ്രേയസ്കരമായിരിക്കും. കുടുംബത്തിലുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കുവാനും യാത്രാമധ്യത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ അകറ്റുവാനും ജീവിതത്തിൽ എന്നും ഉന്നതി ഉണ്ടാകുവാനും ദേവീ മാഹാത്മ്യ കഥകളുടെയും ആ ശ്ലോകങ്ങളുടെയും പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്ന എല്ലാവർക്കും ഭഗവതിയുടെ പൂർണ്ണമായ അനുഗ്രഹകല ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.